ഓരോ മലയാളിയും സഞ്ജു സാംസൺ ആരാധകരും കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്ന ആ ദിവസമാണല്ലോ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിജയശില്പിയായിട്ട് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം, കേരളത്തിന്റെ സ്വന്തം സഞ്ജു സാംസൺ മാറിയിരിക്കുകയാണ്. T20 വേൾഡ് കപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിൽ ഇന്ത്യ 5 വിക്കറ്റിന് വിജയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വിജയശില്പിയായിട്ട് മാറിയിരിക്കുന്നത് സാക്ഷാൽ സഞ്ജു സാംസൺ. ഇന്നത്തെ ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു സമയം ഇന്ത്യ പരാജയപ്പെടുമോ എന്ന് പോലും സംശയിക്കുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്നാൽ അവിടെയാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ രക്ഷകനായിട്ട് മാറിയത്. സഞ്ജുവിന്റെ മിന്നൽ പ്രകടനം വഴി ഇന്ത്യൻ ടീം തന്നെ ഇപ്പോഴത്തെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഇംഗ്ലണ്ടിനെതിരായിട്ടാണ് നിർണായക മത്സരം നടക്കാനായിട്ടിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു സാംസൺ 50 പന്തിലാണ് 97 റൺ എടുത്തത്. 12 4ഉം അതോടൊപ്പം തന്നെ 4 6ഉം അടങ്ങിയ ഇന്നിംഗ്സ് ആണ് സഞ്ജുവിൽ നിന്ന് നാം കണ്ടത്. 194 സ്ട്രൈക്ക് റേറ്റോടെയാണ് സഞ്ജു സാംസൺ മിന്നിയത്. ഒരു 3 റൺസ് അകലെ 100 റൺസ് നഷ്ടമായി എന്നൊരു ചെറിയൊരു നിരാശ മാറ്റി നിർത്തിയാൽ സഞ്ജു സാംസൺ നമ്മുടെ ഇന്ത്യയുടെ പ്രിയങ്കരനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് വേഗത്തിൽ ഔട്ടാകുന്ന ഒരു സഞ്ജു സാംസണാണ് കണ്ടത്. എങ്കിൽ പോലും റൺസ് കൂട്ടാനായിട്ട് ശ്രമിക്കുന്ന ഒരു സഞ്ജു സാംസൺ എന്ന നിലയിൽ ഒരുപാട് പേരുടെ പ്രിയങ്കരനായിരുന്നു സഞ്ജു സാംസൺ. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലും സ്റ്റേഡിയത്തിലെല്ലാം തന്നെ വലിയ ആവേശമായിട്ട് സഞ്ജു സാംസൺ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഒരു കിടിലൻ റെക്കോർഡ് കൂടി സഞ്ജു നേടിയെടുത്തിരിക്കുന്നു. റൺ ചേസിൽ T20 വേൾഡ് കപ്പിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടുന്ന ഇന്ത്യൻ താരമായിട്ട് സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു. വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ് സഞ്ജു സാംസൺ മറികടന്നിരിക്കുന്നത്. സഞ്ജുവിന്റെ ആദ്യ ഹാഫ് സെഞ്ചുറി കൂടിയായിരുന്നു ഇന്ന് പറഞ്ഞത്. അപ്പോൾ സഞ്ജു ആകെ മൊത്തത്തിൽ ഒന്ന് ഉണർന്ന് കളിച്ചപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ, പ്രശംസകൾ എല്ലാം തന്നെ വാരിക്കോരി കൊടുക്കുന്ന സഞ്ജുവിനെയാണ് നാം കാണുന്നത്. ഇന്ത്യൻ ടീമിന്റെ കോച്ച് ഗൗതം ഗംഭീറിന്റെയും സഹതാരങ്ങളുടെയും മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ മൊത്തം കയ്യടികൾ ഇന്നത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് സഞ്ജു നേടിയെടുത്തിരിക്കുകയാണ്. ഇനി ടീമിലെ സ്ഥിര സാന്നിധ്യമായിട്ട് സഞ്ജു സാംസൺ മാറട്ടെ. സ്ഥിരതയാർന്ന പ്രകടനം സഞ്ജുവിന് കളിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.